ഹലോ ഗൈസ്, ഞാനിങ്ങനെ അഭിനയിച്ച് കിടക്കുമൊന്നുമല്ല. ഞാൻ ഏകദേശം ഒരു രണ്ടാമത്തെ ട്രിപ്പ് ഉറങ്ങുന്ന കേട്ടോ. ഞാനൊരു 4 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും കേട്ടോ. 4 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കുന്നത് ചേട്ടായി വെട്ടാൻ പോകുന്നുണ്ടേ. ചേട്ടായി വെട്ടാൻ പോകുന്നത് വെച്ചാൽ ആരുടെയും കഴുത്തൊന്നുമല്ല കേട്ടോ. ചേട്ടായി റബ്ബർ വെട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ചായയൊക്കെ ഉണ്ടാക്കി കാപ്പിയെല്ലാം ഉണ്ടാക്കി കൊടുത്ത ശേഷം പുള്ളീനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു ഒറ്റ ഉറക്കം ഉറങ്ങും കേട്ടോ. ആ ഉറക്കം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖമാണ് തരുന്നത്. ലൈറ്റ് ഇട്ടാൽ ഞാൻ കിടന്നുറങ്ങുള്ളൂ. കാരണം ചേട്ടായി പോയി കഴിഞ്ഞാൽ ചെറിയൊരു പേടിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ലൈറ്റ് ഇടാതെ കിടന്നാൽ നല്ല സുഖമല്ലേ, നല്ല തണുത്ത കാറ്റും ഇരുട്ടൊക്കെ ആണെങ്കിൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിപ്പോകും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 6:50 ആകുമ്പോഴത്തേക്കും എഴുന്നേൽക്കും കേട്ടോ. എഴുന്നേറ്റ് കഴിയുമ്പോൾ കുറച്ച് നേരം കിളി പോയ പോലെ ഇരിക്കുക. കാരണം വേറെ ഒന്നുമല്ല, കാരണം നല്ല സമയത്താട്ടോ നമ്മൾ കിടന്ന് ഉറങ്ങുന്നത്. നമ്മൾ നേരം വെളുത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖമാണ്. നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് അങ്ങ് കിടക്കും കേട്ടോ. പിന്നെ നമുക്ക് എഴുന്നേൽക്കാനേ തോന്നിയില്ല. ഞാനൊരു 10-15 അലാറം സെറ്റ് ചെയ്തിട്ടോ കിടക്കുള്ളൂ. ഈ എഴുന്നേൽക്കാനുള്ള മടിക്കൊരു കാരണമുണ്ട് കേട്ടോ. കാരണം പുറത്ത് നല്ല അടിപൊളി മഴയാട്ടോ, നല്ല തണുപ്പും നല്ല തണുത്ത അന്തരീക്ഷമൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ തോന്നുവേ. അതുപോലെ തന്നെ ഇച്ചിരി ചായയൊക്കെ കുടിച്ച് നല്ല എൻജോയ് ചെയ്യാൻ തോന്നുന്ന സമയമാട്ടോ. മുറ്റത്തിറങ്ങി വന്ന് ഒരു കടുംചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാനൊക്കെ തോന്നും കേട്ടോ. പക്ഷേ ഞാൻ 6:50 എഴുന്നേറ്റ് കൊച്ചിന് സ്കൂളിൽ പോകണം. പക്ഷേ കൊച്ചു സ്കൂളിൽ ചോറൊന്നും കൊണ്ടുപോകുന്നില്ല, അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ചേട്ടയ്ക്ക് ചായ വെക്കുന്ന കൂട്ടത്തിൽ കഞ്ഞിക്കുള്ള വെള്ളം അല്ല അടുപ്പത്ത് വെക്കും. അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം വാങ്ങി വെക്കും. ചിലപ്പോൾ അരി ഇടും, ചിലപ്പോൾ അരി ഇടാതെ കിടക്കും. ഇതിപ്പോൾ ഞാൻ ഏറ്റു വന്നപ്പോൾ അരി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിക്ക് വെള്ളമൊക്കെ കഞ്ഞി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ബീഫ് കറി ഇരിപ്പുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളേ, അത് പിള്ളേർക്കുള്ളതൊക്കെ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കറി വെക്കാനുള്ള പരിപാടി നോക്കണം കേട്ടോ. അപ്പോൾ മഴയായതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടി കറണ്ട് പോകുമെന്നേ. അപ്പോൾ ഞാൻ മോട്ടർ കയ്യോടെ അങ്ങ് ഇട്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കറി വെക്കാനുള്ള പരിപാടിയാണ് നോക്കണ്ടേ കേട്ടോ. അപ്പോൾ കറി വെക്കാനായിട്ട് കുറച്ച് ചീഞ്ഞതും പുഴുത്തതുമായിട്ട് കുറച്ച് പയർ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സൂക്ഷിച്ച് കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറി ഇങ്ങനെ സൂക്ഷിക്കും കേട്ടോ. ഒരുപാട് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കുറച്ചൊക്കെ പച്ചക്കറിയൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റൊക്കെ ചെയ്യും കേട്ടോ. അതാണ് ഞാൻ സൂക്ഷിക്കുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പൊന്നാച്ചിക്ക് എഴുന്നേൽപ്പിച്ച്, പൊന്നാച്ചിക്ക് കുറച്ചൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. പൊന്നാച്ചിനെ വളരെ കഷ്ടപ്പെട്ട് വേണം കേട്ടോ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിക്കാൻ. ഞാൻ പറഞ്ഞാൽ ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കുന്നതാണേ. അപ്പോൾ 4 മണിക്ക് എഴുന്നേറ്റ് ഇവളുമാരെല്ലാം കിടന്നു മുള്ളുമെന്ന് എനിക്കൊരു പേടിയുള്ളതുകൊണ്ട് എല്ലാത്തിനും വിളിച്ചേൽപ്പിച്ച് ഞാൻ മൂത്രം ഒഴിപ്പിക്കാൻ ഏൽപ്പിക്കും കേട്ടോ 4 മണിയാകുമ്പോഴേ. അപ്പോൾ ഈ 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നതുകൊണ്ട് ഇവളുമാർക്ക് ഭയങ്കര മടിയാവട്ടെ പിന്നെ എഴുന്നേൽക്കാനായിട്ട്. എല്ലാവരും ആ ഒരു ക്ഷീണത്തിലൊക്കെ കിടന്നുറങ്ങുമ്പോൾ നല്ല സുഖമാണ് കിടന്നുറങ്ങാനേ. രണ്ടുപേരിൽ ഒരാളെ ഞാൻ ഇച്ചിരി താമസിച്ച് എഴുന്നേൽപ്പിക്കുള്ളേ. മൂത്തയാളെ ഞാൻ ഏൽപ്പിക്കും. കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇവർക്ക് സ്കൂളിൽ പോകാനുള്ളതല്ലേ മൂത്തതിന്. അങ്ങനെ നമ്മൾ കുറേ നേരം കുത്തിപ്പൊക്കിയിട്ട് രണ്ടുപേരും ഏറ്റു വന്നു കേട്ടോ. ഏറ്റു വന്ന് ഞാൻ കാപ്പി കൊടുക്കുവാണേ. അപ്പോൾ ദോശ ഉണ്ടായിരുന്നു, കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെറിയ കാടമുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേർക്ക് നമ്മൾ കാപ്പി അങ്ങ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ 2 പേരും നല്ല സൂപ്പറായിട്ട് കാപ്പിയൊക്കെ കുടിച്ചോളും. പ്രത്യേകിച്ച് കാപ്പി കുടിക്കുന്നു പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവരവരുടെ കാര്യം നോക്കി കഴിച്ചിട്ട് ഏറ്റ് പൊക്കോളും കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഇവരുടെ പാത്രങ്ങളും സാധനങ്ങളും എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെക്കും കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ പണ്ടൊക്കത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കേട്ടോ. ഈ ടൈം ടേബിളൊക്കെ അനുസരിച്ച് ബുക്കൊക്കെ അടിക്കുക. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും വൃത്തിയായിട്ടൊന്നും അടിക്കൊന്നും വെക്കുകയൊന്നുമില്ലായിരുന്നു. എല്ലാം കൂടെ കുത്തി നിറച്ചുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ പറ്റത്തില്ലല്ലോ. പിള്ളേരുടെ കാര്യത്തിൽ വന്നപ്പോൾ വളരെ കൃത്യതയോടുകൂടി നമ്മൾ പഠിച്ചതിനേക്കാളും എത്രയോ മടങ്ങ് പെർഫെക്ഷനോട് കൂടിയാണെന്നറിയോ ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കുകയും പെറുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനൊന്നും പലപ്പോഴും ടൈം ടേബിളൊന്നും അനുസരിച്ചൊന്നും കൊണ്ടുപോകുന്നില്ല. എല്ലാ ബുക്കും ഒരുമിച്ചൊക്കെ കൊണ്ടുപോകും കേട്ടോ. അത് അവൾ തല തിരിച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്നുണ്ട്, സ്റ്റിക്കറെല്ലാം പറിച്ച്. അങ്ങനെ ബുക്കുകളെല്ലാം ഞാൻ അടുക്കി പെറുക്കി കൊടുത്തു കേട്ടോ. ഇനി അടുത്ത ആളെ വിടാനുള്ള കടമ്പയാട്ടോ ഞാൻ നോക്കുന്നത്. കണ്ണൊന്നും എഴുതുന്ന ഇഷ്ടമില്ല കേട്ടോ ഈ കൊച്ചിനെ, പക്ഷേ എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ എന്നെ കണ്ണൊക്കെ എഴുതിച്ച് മിടുക്കിയായിട്ട് ഞാൻ കൊണ്ടുവിടാനുള്ള പരിപാടി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കറിയൊന്നും വെച്ച് ഞാൻ കാണിച്ചില്ലായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ അച്ചിങ്ങയെല്ലാം പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കി. അച്ചിങ്ങയെന്നും എല്ലായിടത്തും പറയും കേട്ടോ. ഇത് നമ്മുടെ പാവയ്ക്ക തീയലാണ് കേട്ടോ. ഞാനിങ്ങനെ ഈ വറ്റൽമുളക് ഞാനിങ്ങനെ കീറിയിട്ടിട്ടുണ്ട്. കീറിയല്ല നമ്മളിങ്ങനെ കടുക് പൊട്ടിക്കാൻ നേരം ഇങ്ങനെ ഒടിച്ചൊടിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിലെ. അതിനുശേഷം എനിക്ക് നല്ലൊരു വിശന്ന് കേട്ടോ. അപ്പോൾ ഞാനൊരു ഇച്ചിരി ചായ ഒരു ഇച്ചിരി മിച്ചറും കേട്ടോ. കാരണം എനിക്ക് വയറ് നിറഞ്ഞില്ല കേട്ടോ കഴിച്ചത്. എനിക്ക് കഴിക്കുമ്പോൾ ഒരു ഇച്ചിരി ഏറെ നല്ലപോലെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഇച്ചിരി രാവിലെ കുടിച്ചതിൻ്റെ ബാക്കി ചായ ഉണ്ടായിരുന്നേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് തന്നെ ഇരിക്കുമ്പോൾ പിന്നെയും തിന്നാൻ തോന്നും കേട്ടോ. വിശപ്പ് അങ്ങോട്ട് മാറാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തിന്നാനുണ്ടോയെന്ന് ആദ്യം തിരഞ്ഞു നോക്കും കേട്ടോ. ഈ ചായ എപ്പോഴും മിച്ചം വരും കേട്ടോ. അല്ല കാരണം എല്ലാവരും ധൃതി പിടിച്ച് കുടിച്ചിട്ട് ബാക്കി വെച്ചിട്ട് പോവേ. ലാസ്റ്റ് ഞാൻ എൻ്റെ കാപ്പൂടിയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും തിന്നാനുണ്ടോയെന്ന് നോക്കിയിട്ട് ഞാൻ കഴിക്കാനായിട്ട് എടുക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെയും വിശന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ അതേ പയർ മെഴുക്ക് പുരട്ടിയും മീൻ വറുത്തതും അതുപോലെ തന്നെ പാവയ്ക്ക തീയലും എല്ലാം കൂടെ കൂട്ടി നല്ലപോലെ അങ്ങ് തിന്നുക കേട്ടോ. എനിക്കിത് തിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് വേണം കേട്ടോ വാഴയ്ക്ക വറക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ സ്പീഡ് പിന്നെ തിന്നുവാണ്. കാരണം പെട്ടെന്ന് കഴിച്ചിട്ട് കഴിച്ച് ഞാൻ അവിടെ ഇരുന്ന് കഴിക്കും കേട്ടോ. പിന്നെ ഫോണൊക്കെ നോക്കിയിരിക്കും. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് നിന്നു കേട്ടോ. നിന്നാൽ പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് താഴോട്ട് ഇറങ്ങിക്കൊള്ളു. ഇരുന്ന് കഴിയുമ്പോൾ ഇച്ചിരി പാടുണ്ടല്ലോ എന്നോർത്താണ് ചുമ്മാ തമാശ പറഞ്ഞ കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് കഴിച്ചു കേട്ടോ. കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം പാവയ്ക്ക തേലിൻ്റെ ആ ഒരു ചെറിയ പുളിയും ആ ഒരു കയ്പ്പും എല്ലാം കൂടെ കൂടി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ
അതിനകത്ത് വറ്റൽമുളക് ഉണ്ട് കേട്ടോ. വറ്റൽമുളക് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ മോരിനകത്തൊക്കെയാണെങ്കിലും വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മോര് നിറച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കുടിക്കുന്നതും പിഴിഞ്ഞ് തിന്നുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യം ഞാനെടുത്ത ഒരു കഷ്ണം തെരണ്ടി മീനായിരുന്നു കേട്ടോ. അതാണ് ഈ കടിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വലിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള തെരണ്ടിയാണ് കേട്ടോ. അത് എന്നാ തെരണ്ടിയാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. തെരണ്ടിയുടെ പല സൈസുകളില്ല. തെരണ്ടി നല്ല കഷ്ണം മീനുകളിൽ പല സൈസില്ല. അതിലേതോ ഒരെണ്ണമായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ആ ട്രിപ്പ് തിന്നത് വയറ് നിറഞ്ഞില്ല കേട്ടോ. പെട്ടെന്ന് അത്രയും കഴിച്ചാൽ മതി എന്ന് ഓർത്താണ് ഞാൻ ആദ്യം വരുന്നത്. പിന്നെ ഇത് ഞാൻ ഇച്ചിരി കൂടെ പോയി കേട്ടോ. അതിനുശേഷം ഞാൻ എടുത്തുകൊണ്ട് വന്ന മീൻ പരവക്കുറിച്ചി എന്നൊക്കെ പറയും കേട്ടോ. ഉണക്കമീനാണ്. കണ്ടോ, നല്ല സൂപ്പറാണ്. നമ്മൾ മുളകൊക്കെ പിഴിഞ്ഞ് കഴിക്കാം കേട്ടോ. അങ്ങനെ സെക്കൻഡ് ട്രിപ്പ് ഞാൻ ഒരു ട്രിപ്പും കൂടി ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. എന്നാൽ നമ്മൾ ആദ്യമേ കഴിക്കുന്നതിന് മുന്നേ ഒരു കപ്പ് വെള്ളമൊക്കെ കുടിക്കുവാണെങ്കിൽ ഇത്രയൊന്നും കഴിക്കുകയില്ല കേട്ടോ. അപ്പോൾ ഇച്ചിരി കഴിച്ചാൽ നമുക്ക് വിശപ്പ് അങ്ങോട്ട് പോവുകയില്ല. അതുകൊണ്ടാണ് ഈ പിന്നെ ഇച്ചോടെ എടുക്കാമെന്ന് മനസ്സങ്ങോട്ട് പറയുക. മനസ്സ് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഈച്ചോടെ പോയി എടുക്കടി എന്ന് എൻ്റെ മനസ്സ് പറയുവേ. നിനക്ക് വയറ് നിറഞ്ഞിട്ടില്ല എന്ന് പറയും കണ്ടോ. ഞാൻ സ്വന്തമായിട്ട് തയ്ച്ചതാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വീട്ടിലേക്കിടെ ഇട്ട് നടക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി അത്യാവശ്യം വെട്ടുകയും പെറുക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടോ. അങ്ങനെ ചോറൂണൊക്കെ നമ്മൾ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ചോറൂണ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഞാൻ വെള്ളം കുടിച്ചില്ലെന്ന് കേട്ടോ. ഞാൻ ഒരു കപ്പ് വെള്ളവും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു കപ്പ് വെള്ളം കൂടെ അങ്ങ് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ തൊണ്ട വരെ എത്തി കേട്ടോ. വയറ് നിറഞ്ഞ് ശ്വാസം മുട്ടാൻ തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ച് വാഴയ്ക്ക വറക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ വാഴയ്ക്കയൊക്കെ വറുത്ത് പെറുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരെല്ലാം വന്നു കേട്ടോ. അവർക്കെല്ലാം കാപ്പി കൊടുത്തു കഴിഞ്ഞാൽ അവർ വലിയൊരു ടാസ്ക് എനിക്ക് തന്നേക്കും കേട്ടോ. ദേശീയ പതാക ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണം കേട്ടോ. അത് അവരുടെ മത്സരമാണേ. എങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കി എങ്ങനെയാണെന്നൊക്കെ നോക്കി കേട്ടോ. ആദ്യമേ 2 കഷ്ണം പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിനകത്ത് നിറച്ച് എന്താ പറയുക പിങ്ക് കളർ ഫുൾ അടിക്കണം. അതുപോലെ തന്നെ താഴേക്ക് വേണ്ടിയുള്ള പച്ച കളറും വേറൊരു പേപ്പറിൽ എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊരു വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ ഒട്ടിക്കണം കേട്ടോ. അങ്ങനെ അപ്പുറം ഇപ്പുറം ഞാൻ പശയൊക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ എന്താ പറയുക അശോക ചക്രവും കൂടെ വരച്ച് കഴിഞ്ഞ് അതങ്ങ് സെറ്റാക്കി കേട്ടോ. കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും എൻ്റെ വീട്ടിൽ ഇങ്ങനെ കളറുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പേപ്പറുകളോ അല്ലെങ്കിൽ ഒരു ബോണ്ട് പേപ്പർ എടുക്കാൻ പോലും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലുന്നവർക്ക് സമ്മാനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ആ ഒരു വഴിക്ക് അങ്ങോട്ട് പോവില്ല കേട്ടോ. ഉണ്ടാക്കാനും പെറുക്കാനുമേ. ശരിക്കും എൻ്റെ കൊച്ചായി കഴിഞ്ഞാൽ പിന്നെ കേട്ടോ ഞാൻ ശരിക്കും എനിക്ക് ഇത്രയും കഴിവെന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവ് ഇതൊന്നും ഉണ്ടാക്കുന്നത് മറ്റുള്ളവരൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ എനിക്ക് അതിശയത്തോടു കൂടി കേട്ടോ ഞാനിതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളെ കൊണ്ട് ഇത് കഴിയുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പല സാധനങ്ങളും അവർക്ക് ഉണ്ടാക്കി പെറുക്കി കൊടുക്കുമ്പോൾ ഞാൻ പലതും വരയ്ക്കുമ്പോൾ പണ്ടൊന്നും ഞാൻ വരയ്ക്കവേ ഇല്ലായിരുന്നേ. പലതും വരച്ച് കഴിയുമ്പോൾ ഞാൻ ഓർക്കും ദൈവം ഇത്രയൊക്കെ വരയ്ക്കാൻ എനിക്ക് പറ്റുമായിരുന്നോ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാണേലുവേ അത്രയൊന്നും ഞാൻ വരയ്ക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഫിനിഷിംഗ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നേ. വരച്ച് നമ്മൾ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരു ഭയങ്കര കോൺഫിഡൻസ് ആട്ടോ. നമ്മൾക്ക് ഓരോന്നും ചെയ്യാൻ കഴിയുമല്ലോ എന്നുള്ളത്. പണ്ടൊന്നും ഇത്രയൊന്നും എനിക്കൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കൊച്ചിന് വേണ്ടി നമ്മൾ ഓരോന്ന് ചെയ്ത് കൊടുക്കുമ്പോഴാട്ടോ ശരിക്കും നമുക്കൊരു എന്താ പറയുക ഒരു ധൈര്യമൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഈ കമ്പായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു പേപ്പറായിട്ട് ഒരു ബോണ്ട് പേപ്പർ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് പശയെല്ലാം വെച്ച് ഒട്ടിച്ച് ഒരു കമ്പാക്കി എടുക്കുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ കൊച്ചിൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്നാ ചെയ്തെന്നറിയാമോ, കുറേ പശയും കുറേ ബോണ്ട് പേപ്പറും കുറേ കളറും അതുപോലെ തന്നെ സ്കെച്ച് എല്ലാ സംഭവവും ഞാൻ മേടിച്ച് വെച്ചു കേട്ടോ. എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് എൻ്റെ കൊച്ച് ചെയ്തുകൊണ്ട് പോയില്ല എന്ന് പറയരുത്. എല്ലാവരുടെ മുന്നിൽ അവൾ ഫസ്റ്റ് ആയിരിക്കണം. എല്ലാം നല്ല രീതിയിൽ ചെയ്യണം എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെല്ലാം എൻ്റെ കൊച്ചിന് ചെയ്യണം എന്നാട്ടോ. ഇതൊരു തരം വാശിയൊന്നും അല്ല കേട്ടോ. ചില കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അന്നത്തെ കഷ്ടപ്പാടായതുകൊണ്ട് കേട്ടോ. ഞാൻ ഓർക്കുന്നുണ്ട് പല കാര്യങ്ങളും അതെ പലതും ചെയ്തിട്ട് വരാൻ പറയുമ്പോഴും അല്ലെങ്കിൽ പലതും അങ്ങനെ പറയുമ്പോൾ നമുക്കില്ല അങ്ങനെ ചെയ്തിട്ട് വരാൻ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഒരു സ്കെച്ച് മേടിക്കാൻ പോലും നമുക്കങ്ങനെ പൈസ ഇല്ല. ആവശ്യമാണെങ്കിലും സ്കെച്ച് മേടിക്കാൻ ആ സ്കെച്ച് പേന വേണ്ട. അപ്പോൾ നമ്മൾ മറ്റുള്ളവരൊക്കെ സ്കെച്ച് ഇങ്ങനെ എഴുതുന്ന കാണുമ്പോൾ ഒത്തിരി കൊതിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്രയോൺസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അന്നൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ഞാനൊക്കെ എന്താ പറയുക നമ്മുടെ കയ്യിൽ പേനയുണ്ട്, പെൻസിലുണ്ട്, വേറെ ഒരു സാധനവും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പൊന്നാച്ചിയുടെ കയ്യിൽ ഞാനിങ്ങനെ പതാകയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ടാറ്റാ ബൈ, സീ യു.